പാലക്കാട് മെഡിക്കൽ കോളേജിൽ സമരം ശക്തമാക്കി വിദ്യാർത്ഥികൾ. അടച്ചുപൂട്ടിയ IP വാർഡ് രാത്രി തുറന്നു. 2 മാസം മുൻപ് ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും IP പ്രവർത്തിച്ചിരുന്നില്ല. വിദ്യാർത്ഥി ഐക്യസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. വിവരങ്ങളുമായി ആഷിഖ് റഹ്മാൻ ചേരുന്നുണ്ട്. ആഷിഖ്, വിദ്യാർത്ഥികൾ സമരം കടുപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്താണ് നിലവിലത്തെ അവിടുത്തെ അവസ്ഥ? വിദ്യാർത്ഥികളുടെ പ്രതിഷേധം അല്ലെങ്കിൽ സമരം ഇന്ന് 5ാം ദിനത്തിലേക്ക് മുന്നേറുകയാണ്. നിലവിൽ ജൂൺ 10-ാം തീയതിക്കുള്ളിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാമെന്നായിരുന്നു മന്ത്രി കെ രാധാകൃഷ്ണന്റെ കീഴിൽ മെയ് 19 നടന്ന ചർച്ചയിൽ വിദ്യാർത്ഥികൾ ഉറപ്പ് നൽകിയത്. എന്നാൽ ജൂൺ 10-ന് ശേഷവും ഈ സൗകര്യങ്ങൾ ഒരുക്കാത്തതോടെയാണ് ജൂൺ 11 മുതൽ വിദ്യാർത്ഥികൾ സമരം തുടങ്ങിയത്. ഇന്ന് അതിന്റെ 5ാം ദിവസമാണ്. ഇത് ഇന്നലെ മുതൽ വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരമായി മുന്നോട്ട് പോവുകയാണ്. കോളേജിന് പുറത്ത് ആണ് വിദ്യാർത്ഥി ഐക്യസമിതിയുടെ നേതൃത്വത്തിൽ സമരം മുന്നോട്ട് പോകുന്നത്. കോളേജിനുള്ളിൽ SFIയുടെ നേതൃത്വത്തിൽ കോളേജ് യൂണിയന്റെ കീഴിലും സമരം മുന്നോട്ട് പോകുന്നുണ്ട്. ഈ അനിശ്ചിതകാല സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ വിദ്യാർത്ഥികൾ രാത്രി 2 മാസമായി പൂട്ടിക്കിടന്ന ഈ IP വിഭാഗം, ഇൻപേഷ്യന്റ് ഈ രോഗികളെ താമസിപ്പിക്കുന്ന വിഭാഗത്തിൽ കയറി സമരം ചെയ്തത്. അവിടെ തുറന്ന് അതിനുള്ളിൽ കയറി വിദ്യാർത്ഥികൾ അവിടെ കിടന്ന് പ്രതിഷേധിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഈ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ IP, കാഷ്വാലിറ്റി തുടങ്ങി ഓപ്പറേഷൻ തിയേറ്റർ അടക്കം എല്ലാം ഒന്നും സജ്ജീകരിച്ചിട്ടില്ല. അത്തരത്തിൽ വലിയ ബിൽഡിങ്ങുകൾ മെഡിക്കൽ കോളേജിലുണ്ട്. പക്ഷേ അതിനാവശ്യമുള്ള സൗകര്യങ്ങളൊന്നും ഒരുക്കിയിരുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം മന്ത്രി കെ രാധാകൃഷ്ണനുമായി നടത്തിയ ചർച്ചയിൽ 1 മാസത്തിനുള്ളിൽ ഈ സൗകര്യങ്ങൾ ഒരുക്കാമെന്നും ആവശ്യത്തിന് അധ്യാപകർ നിയമിക്കാമെന്ന് പറഞ്ഞെങ്കിലും വിദ്യാർത്ഥികൾ ഈ ആവശ്യങ്ങളൊന്നും അംഗീകരിച്ചില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഇത് വർഷങ്ങളായി ഇവർക്ക് ഏൽക്കുന്ന ഒരു ആവശ്യമാണ്. പക്ഷേ അവർ പ്രധാനപ്പെട്ട പറഞ്ഞൊരു കാര്യം ഇത്തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് അധ്യാപകരുടെ നിയമനമൊക്കെ നടത്തണമെന്നൊരു ആവശ്യമായിരുന്നു. പക്ഷേ അത് പെട്ടെന്ന് തന്നെ PSC മുഖേന നടത്താമെന്നൊരു ഉറപ്പ് മന്ത്രി നൽകില്ല. ഇതോടെയാണ് വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങിയത്. ഈ സർക്കാരിനെതിരെ SFIയും സമരരംഗത്തുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം കോളേജ് യൂണിയന്റെ കീഴിലും ഒരു ഭാഗത്ത് സമരം നടക്കുന്നുണ്ട്. വിദ്യാർത്ഥി ഐക്യസമിതിയുടെ നേതൃത്വത്തിലും പുറത്തും സമരം നടക്കുന്നുണ്ട്. എന്തായാലും ഈ സമരം ശക്തമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാരണം വിദ്യാർത്ഥികൾ മുഴുവൻ, വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠനം മുടക്കി തന്നെ സമരം ചെയ്യുന്നുണ്ട്. കോളേജിൽ നിലവിൽ പഠനം നടക്കുന്നില്ല. ഈ നമുക്കറിയുന്ന പോലെ ഈ പാലക്കാട് മെഡിക്കൽ കോളേജ് SC/ST സൊസൈറ്റിയുടെ കീഴിലാണ് നടത്തുന്നത്. 70% വിദ്യാർത്ഥികൾക്ക് SC/ST വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു അവഗണന നടക്കുന്നതിനെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇന്നലെ നിരവധി രാഷ്ട്രീയ പാർട്ടികളും ഈ പട്ടികജാതി പട്ടികവർഗ വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളും ഇത്തരത്തിൽ ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നു. എന്തായാലും ഈ സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ രാത്രിയോടുകൂടി ഈ IP വിഭാഗത്തിൽ കയറിക്കൊണ്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത്. എന്തായാലും വീണ്ടും ഈ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് വിദ്യാർത്ഥികൾ അറിയിക്കുന്നത്. സംഗീത. ശരി ആഷിഖ്, പാലക്കാട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ സമരം ശക്തമാക്കുന്നൊരു കാഴ്ചയാണ് നിലവിലുള്ളത്. അടച്ചുപൂട്ടിയ IP വാർഡ് അവർ രാത്രി തുറന്നുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നു. 2 മാസം മുൻപ് ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും IP വാർഡ് പ്രവർത്തിച്ചിരുന്നില്ല. സമരവുമായി മുൻപോട്ട് പോകുവാൻ തന്നെയാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. ആഷിഖ് റഹ്മാനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.